ഹലോ. അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? ഏറ്റവും ടേസ്റ്റായിട്ടും സിമ്പിളായിട്ടും ചോറുണ്ടിയും ചപ്പാത്തിൻ്റെ ഒപ്പം അടിപൊളി സീന് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഗാർലിക്കും ജിഞ്ചറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഗാർലിക്ക് ഞാൻ സാധാ തോല് പോക്കാറില്ല കേട്ടോ. അങ്ങനെ ഇടുന്നതാണ് എനിക്ക് താല്പര്യം. നല്ലോണം കഴുകിയിട്ടാണ് ഇടാൻ കേട്ടോ. അപ്പോൾ ജിഞ്ചർ നല്ല തോല് പോക്കിയിട്ടും ഗാർലിക് തോല് പോക്കാനും ഞാൻ നമ്മളെ ചിക്കൻ കറീനെ അരച്ച് വെച്ചിട്ട് ബാക്കിയുള്ളത് സ്റ്റോക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും കേട്ടോ. ഇനി നമ്മളെ കുക്കർ നല്ല ചൂടായി വന്നു കഴിഞ്ഞിട്ട് അതിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഈ എണ്ണയും നെയ്യും നല്ലോണം ചൂടായിട്ട് വന്നേരം നല്ല സ്ലൈസായിട്ട് മുറിച്ച് ഒരു 4 മീഡിയം സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 1 കിലോ ചിക്കനാണ് ഈ അളവ് പറയുന്നത്. അപ്പോൾ ഒരു 4 മീഡിയം സവാള ഞാൻ ഇതിൽ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഫ്രൈ ആക്കി കൊടുക്കാം. നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ വരുന്ന വരെ നമുക്ക് നമ്മളെ എന്താ പറയുക കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് കുറവേ എടുത്തിട്ടുള്ളൂ. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും മുളക് പൊടിയും ഇടുന്നതുകൊണ്ട് കുറച്ച് എരിവ് കൂടി പോടാന്ന് വെച്ചിട്ട് അടുത്ത് വന്നിട്ട് ഒരു 3 സ്പൂൺ അളവിന് നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യേണ്ടത്. അടി നല്ലോണം പിടിക്കും. എനിക്കിപ്പോൾ പണി കിട്ടിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റവ് സിമ്മിൽ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വരി, നിങ്ങൾ തക്കാളി ഇടുമ്പോൾ എല്ലാം റെഡി ആയിക്കോളൂ. തക്കാളി ഇടുന്നവരെല്ലാം സെറ്റായിട്ട് വന്നോളൂ. ഇപ്പോൾ സ്ലൈസായിട്ട് മുറിച്ചൊരു 3 തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറീന് ആവശ്യമുള്ള ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ട് അടി പിടിച്ചിട്ടുള്ളത്, പിന്നെ കണ്ടോളെ ഇതുണ്ടാവില്ല കേട്ടോ. തക്കാളി ഇടുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പോൾ അടിയൊന്നും കരിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാം സെറ്റ് ആയിക്കോളും. ഇനി അടുത്ത് നമുക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനൊരു 3 സ്പൂൺ അളവിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത് ചിക്കൻ മസാല വന്നിട്ട് അതേ അളവിന് 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വീട്ടിൽ വറുത്തരച്ച ചിക്കൻ മസാലയാണ്, അതുകൊണ്ട് നല്ലൊരു മൈൽഡ് ടേസ്റ്റാണ്. എനിക്ക് ഈ ഫ്ലേവറാണ് ഇഷ്ടം. നമുക്ക് കടയിൽ കിട്ടുന്ന ഫ്ലേവർ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി കൊടുത്തതിൻ്റെ നമ്മൾ ചിക്കൻ അതിലിട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാവേ. ഇങ്ങനെ ആവുമ്പോൾ നമുക്കതിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു മീഡിയം സൈസിന് മുറിച്ചിട്ട് അതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് അളവിന് വെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എനിക്കധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ ആരും കൂട്ടൂല വീട്ടിൽ. അപ്പോൾ ഞാൻ ഇവിടെ വിസിലടിക്കുന്ന കാശിൽ ഒരു 3 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിസിൽ തുറന്നിട്ടുണ്ട്. അപ്പോൾ വിസിൽ തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിച്ചപ്പ് നല്ലോണം നീറ്റായിട്ട് നല്ലോണം ടൈനി ആയിട്ട് വെട്ടിയിട്ട് ഈ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലാസ്റ്റിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിലും അവസാനം കറിവേപ്പില ഇട്ടിട്ട് അത് ജസ്റ്റ് ഒരു ബോയിലാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടുമേ. അപ്പോൾ ഇത് നല്ലോണം നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലോണം ബോയിലായിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കുരുമുളക് ഇട്ടെടുക്കാം. ലാസ്റ്റിൽ കുരുമുളക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ അത് ഫ്രൈ ആയാൽ എനിക്ക് അത്ര താല്പര്യമില്ല. അപ്പോൾ ലാസ്റ്റിലിടുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഞാനൊരു 2 സ്പൂൺ അളവിന് കുരുമുളക് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മളുടെ ചിക്കൻ കറി റെഡിയാണ് ഗൈസ്. ഞാൻ ഒരു 20 മിനിറ്റ്സ് അല്ല 20 അല്ല ഒരു ഹാഫ് ആൻ അവർ എല്ലാം വിസിലൊക്കെ ആകുമ്പോഴേക്കും ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ടേ ഉള്ളൂ. ഇത്രയും അടിപൊളിയായിരുന്നു ഗൈസ്, ഇത്രയും ടേസ്റ്റ് ആയിരുന്നു അറിയോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തീൻ്റെ ഒപ്പം ദോശേൻ്റെ ഒപ്പം പൂരീൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എല്ലാത്തിനും